Hey, stop looking. She's too beautiful for you. I love it. The little guy can't even get a word out. Ooh, and it smells like behind the Pesqueria. Hey, my friend smells amazing. Sorry. I'll make it up to him. Chicho, Guido. What are you doing? Luca! Alberto! Just a little bath. Oh, no. It's fun. No! Hey, Ercole, basta! Oh, look who's here. Spulia. Wow, that's how you're training for the race? Di certo! Your reign of terror is Coming coming to to an end. You mean like a year ago? When you quit in the middle of the race? Because you couldn't stop throwing up? I didn't quit. They made me stop. I think that is worse. Now, go away. I'm having fun with my new friends. They're coming with me. Hop on. I could use the extra weight. Fine, go start a club. For losers. Maggiore, another sighting in the harbor this time. I know. We are setting up a reward. Someone's gotta win a nice prize. Me. I win the prizes. Chicho, get your daddy's harpoon. We're gonna catch a sea monster. So Imbecile thinks he can be a jerk because he keeps winning the race, which he shouldn't even get to do anymore because he's too old and too much of a jerk. You know, we underdogs have to look out for each other, right? What's under the dogs? Underdogs. You know, kids who are different. Dressed weird. Or a little sweatier than average. Too much? Too much. So, are you in town for the race? The Porto Rosso Cup? Well, good talk. I gotta deliver these. Always be training, you know. We should ask her about this Porto Rosso Cup race. That's how the loud, scary human said he got his Vespa. The little guy can't even get a word out. ആ കുട്ടിക്ക് ഒരു വാക്ക് പോലും പറയാൻ കഴിയുന്നില്ല. ഇവിടെ ഗെറ്റ് എ വേർഡ് ഔട്ട് എന്ന് ഒരു ഇംഗ്ലീഷിലെ പ്രയോഗമാണ്. ഇത് അർത്ഥം വരുന്നത് ഈ കുട്ടിക്ക് തൻ്റെ മനസ്സിലുള്ളത് വാക്കുകളായി പുറത്തേക്ക് പറയാൻ കഴിയുന്നില്ല എന്നാണ് അർത്ഥം വരുന്നത്. അത് നിങ്ങൾക്ക് ധാരാളം സ്ഥലങ്ങളിൽ നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഹീ സ്മെൽസ് ലൈക്ക് ബിഹൈൻഡ് ദ പിസ്കെരിയ. പിസ്കെരിയ എന്ന് പറഞ്ഞ ഒരു ഇറ്റാലിയൻ വേർഡാണ്. അതിൻ്റെ അർത്ഥം വരുന്നത് ഫിഷ് മാർക്കറ്റ് എന്നാണ്, അതായത് മത്സ്യക്കട എന്നാണ് അർത്ഥം വരുന്നത്. അതായത് ഈ കുട്ടിയെ ഒരു ഫിഷിൻ്റെ മണം മണക്കുന്നു, ഒരു മത്സ്യത്തിൻ്റെ മണം മണക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതായത് ഈ രണ്ട് കുട്ടികളും എന്താണെന്ന് ചോദിച്ചാൽ ഇവർ കടലിൽ ചാടിയാൽ ഇവർ സീ മോൺസ്റ്ററാവും. അതായത് ഇവർക്കൊരു മീനിൻ്റെ ഒരു മത്സ്യത്തിൻ്റെ രൂപം ഇവർക്ക് വരും. അങ്ങനെ ഇവർക്ക് ഈ കടലിലേക്ക് ചാടിയാൽ കടലിൽ അവർ മീനാവുകയും ചെയ്യും, അങ്ങനെ കരയിലെത്തിയാൽ അവർ മനുഷ്യരാവുകയും ചെയ്യും. അങ്ങനെയുള്ളൊരു സീ മോൺസ്റ്റർ എന്നറിയപ്പെടുന്ന രണ്ട് കുട്ടികളാണിത്. അപ്പം ഇവർക്ക് സ്വാഭാവികമായിട്ടും ഈ ഒരു മീനിൻ്റെ മണം ഉണ്ടാവുന്നതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കളിയാക്കിക്കൊണ്ടാണ് ഇയാൾ പറയുന്നത്. ഇയാൾക്ക് ഇതറിയില്ല. ഇയാൾ ഇതറിഞ്ഞാൽ അവരെ കൊല്ലുകയും ചെയ്യും. ഹേ മൈ ഫ്രണ്ട് സ്മെൽസ് അമേസിങ്. ഓ നോ എൻ്റെ സുഹൃത്ത് നല്ല മണമാണ് മണക്കുന്നത്. അമേസിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ അത്രക്കും നല്ല മണമാണെന്നും അത് അത്ഭുതപ്പെടുത്തുന്ന ഒരു മണമാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഈ കുട്ടി പേടിച്ചുകൊണ്ട് പറയുകയാണ് ഇത് സീ മോൺസ്റ്റർ ആണെന്ന് മനസ്സിലാക്കിയാൽ ഇവർ ഇതിനെ കൊല്ലുകയും ചെയ്യും. അതുകൊണ്ട് സോറി ഐ വിൽ മേക്ക് ഇറ്റ് അപ് ടു ഹിം. അപ്പം ഇവർ കളിയാക്കിക്കൊണ്ട് ഇയാൾ പറയുകയാണ് ക്ഷമിക്കണം അവനോട് ചെയ്ത് തെറ്റ് തിരുത്താമെന്ന്. അതായത് ഒരു കളിയാക്കിക്കൊണ്ട് പറയുകയാണ്. മേക്ക് ഇറ്റ് അപ് ടു എന്ന പദപ്രയോഗം താൻ ചെയ്ത തെറ്റിന് പ്രതിഫലമായി മറ്റൊരാളെ സന്തോഷിപ്പിക്കാനോ അല്ലെങ്കിൽ അവരുടെ പ്രീതി നേടാനോ ചെയ്യുന്ന ഏതെങ്കിലും ഒരു കാര്യത്തെ സൂചിപ്പിക്കുന്ന സ്ഥലത്തൊക്കെ നിങ്ങൾക്ക് ഈ മേക്ക് ഇറ്റ് അപ് ടു എന്ന പ്രയോഗം ഉൾപ്പെടുത്താം. ഐ വിൽ മേക്ക് ഇറ്റ് അപ് ടു ഹിം എന്ന ഈ വാക്യമുണ്ടല്ലോ, ഇവിടെ ഇയാൾ എന്താ ചെയ്യുന്നത്, ഈ തൻ്റെ തെറ്റിനെ താൻ ചെയ്ത തെറ്റാണെന്ന് മനസ്സിലാക്കുകയും എന്നിട്ട് അതിനെ ഖേദിക്കുകയും അത് തിരുത്താൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഇവിടെ ഒരു കളിയാക്കിക്കൊണ്ടാണ് പറയുന്നത്. ഇത് വേറെ സ്ഥലത്താകുമ്പോൾ ഇങ്ങനെ ഒരു അർത്ഥം വരും. ജസ്റ്റ് ലിറ്റിൽ ബാത്ത്, ചെറിയൊരു കുളി മാത്രം കളിയാക്കിക്കൊണ്ട് പറയുകയാണ്. ദാറ്റ്സ് ഹൗ യു ആർ ട്രെയിനിങ്. ഇങ്ങനെയാണ് നീ ഈ റൈസിന് വേണ്ടി പരിശീലിക്കുന്നത് അല്ലേ. യുവർ റൈൻ ഓഫ് ടെറർ ഈസ് കമ്മിങ് ടു ദ എൻഡ്. നിന്റെ ഭീകര ഭരണം അവസാനിക്കുകയാണ്. റൈൻ എന്ന് പറഞ്ഞാൽ ഭരണം, ടെറർ എന്ന് ഭീകരത എന്നൊക്കെ അർത്ഥം. ഈസ് കമ്മിങ് ടു ദ എൻഡ് എന്ന് പറഞ്ഞാൽ അവസാനിക്കുകയാണെന്നർത്ഥം. യു മീൻ ലൈക്ക് എ ഇയർ എഗോ. നിങ്ങൾ ഉദ്ദേശിച്ചത് ഒരു വർഷം മുമ്പ് എന്ന പോലെയാണ്. അതായത് ഒരു വർഷം മുമ്പ് ഈ ജൂലി എന്ന പെൺകുട്ടി ഈ മത്സരത്തിൽ തോറ്റിരുന്നു. വെൻ യു ക്വിറ്റ് ഇൻ ദ മിഡിൽ ഓഫ് ദ റൈസ്, നീ മത്സരത്തിന് നടുവിൽ നീ ഉപേക്ഷിച്ചപ്പോൾ, അതായത് മത്സരത്തിന് നടുവിൽ വെച്ച് ആ പെണ്ണ് തോറ്റു പോവുകയാണ് ചെയ്തിട്ടുള്ളത്. ഇൻ ദ മിഡിൽ എന്ന് പറഞ്ഞാൽ നടുവിൽ വെച്ച് എന്ന്, അതായത് ഒരു പകുതിയിൽ വെച്ച് മത്സരം നിർത്തിയപ്പോൾ. ഐ ഡിഡ്ന്റ് ക്വിറ്റ്, ഞാൻ ഉപേക്ഷിച്ചില്ല. ദേ മെയ്ഡ് മീ സ്റ്റോപ്പ്, അവർ എന്നെ നിർത്തിച്ചു. ഇവിടെ മെയ്ഡ് മീ എന്നർത്ഥം.
ഈ നിർത്തിച്ചു എന്ന അർത്ഥത്തിൽ നിർബന്ധിപ്പിച്ചു എന്ന അർത്ഥത്തിൽ വരാറുണ്ട്. സംസാരിക്കുന്ന വ്യക്തി, അതായത് ഈ കുട്ടി സ്വന്തം ഇഷ്ടപ്രകാരമല്ല മറിച്ച് മറ്റൊരാളുടെ നിർബന്ധത്തിനോ കൽപ്പനയ്ക്കോ വശം ചേർന്നാണ് ഒരു പ്രവൃത്തി നിർത്തിയതെന്ന് മേഡ്മിക്ക് അർത്ഥം കിട്ടും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഐ വാണ്ട് ടു ഫിനിഷ് ദ ഗെയിം. ഞാൻ ഗെയിം പൂർത്തിയാക്കാൻ ഞാൻ ആഗ്രഹിച്ചു. ബട്ട് ദേ മേഡ് മീ സ്റ്റോപ്പ്. പക്ഷേ അവർ എന്നെ നിർത്തിച്ചു. ഐ ഡിഡൻറ്റ് വാണ്ട് ടു ക്വിറ്റ് മൈ ജോബ്. ഞാൻ എൻ്റെ ജോലി ഉപേക്ഷിക്കാൻ ആഗ്രഹിച്ചില്ല. ബട്ട് മൈ ബോസ് മേഡ് മീ. പക്ഷേ എൻ്റെ ബോസ് എന്നെ നിർബന്ധിപ്പിച്ചു. ഐ തിങ്ക് ദാറ്റ് ഈസ് വേസ്. ഞാൻ വിചാരിക്കുന്നു അത് കൂടുതൽ മോശമാണ്. നോ, ഗോ അവേ. നീ പോ. ഐ എം ഹാവിങ് ഫൺ വിത്ത് മൈ ന്യൂ ഫ്രണ്ട്സ്. ഞാൻ എൻ്റെ പുതിയ സുഹൃത്തുക്കളുമായി ആസ്വദിക്കുന്നു. ഇവിടെ ഹാവിങ് ഫൺ എന്നർത്ഥം ആസ്വദിക്കുന്നു അല്ലെങ്കിൽ മനോഹരമായിട്ട് സമയം ചെലവഴിക്കുന്നു എന്നാണ് അർത്ഥം വരുന്നത്. ഈ ഹാവിങ് ഫൺ എന്നത് ഒരു പ്രവൃത്തിയിൽ സന്തോഷിക്കുകയോ ആസ്വദിക്കുകയോ ചെയ്യുന്നതിനെ സൂചിപ്പിക്കുന്നുണ്ട്. ദേ ആർ കമ്മിങ് വിത്ത് മീ. അവർ എന്നോടൊപ്പം വരുന്നുണ്ട്. ഹോപ്പ് ഓൺ, കയറോ. ഐ കുഡ് യൂസ് ദ എക്സ്ട്രാ വെയിറ്റ്. മുകളിൽ കയറോ. ഈ ഹോപ്പ് ഓൺ എന്നതിൻ്റെ അർത്ഥം മുകളിൽ കയറൂ അല്ലെങ്കിൽ കയറൂ എന്നൊക്കെ അർത്ഥമാക്കാം. അധിക ഭാരം എനിക്ക് ഉപകാരപ്രദമാകും. ഹോപ്പ് ഓൺ എന്ന വാക്യം സാധാരണ ഒരു വാഹനം ഓടിക്കുന്ന വ്യക്തി മറ്റൊരാളുടെ വാഹനത്തിൽ കയറാൻ ആവശ്യപ്പെടുമ്പോൾ പറയുന്നതാണ്. മുകളിൽ കയറൂ അല്ലെങ്കിൽ വാഹനത്തിൽ കയറൂ എന്നാണ് ഇതിൻ്റെ നേരിട്ടുള്ള മലയാള വിവർത്തനം വരിക. ഒരു കാർ ഓടിക്കുന്ന വ്യക്തി തൻ്റെ കുടുംബത്തോട് ഹോപ്പ് ഇൻ ദ കാർ, വി ആർ ലേറ്റ് എന്ന് പറയുന്നത് കാറിൽ കയറൂ, നമ്മൾ വൈകി എന്നാണ് അർത്ഥമാക്കുന്നത്. ഫൈൻ ഗോ സ്റ്റാർട്ട് എ ക്ലബ് ഫോർ ലൂസേഴ്സ്. ശരി, പോയൊരു ക്ലബ്ബ് തുടങ്ങും പരാജയപ്പെട്ടവർക്കായി. അണ്ടർ ഡോഗ്സ്. ഈ സെൻറ്റൻസ് പറയുന്നത് അണ്ടർ ഡോഗ്സ് എന്ന് പറഞ്ഞാൽ ഒരു പരാജയപ്പെടുന്നവരെ എന്നാണ് അർത്ഥം. പരാജയപ്പെടും എന്ന് കരുതപ്പെടുന്നവർ എന്നാണ് അർത്ഥം വരുന്നത്. ലുക്ക് ഔട്ട് ഫോർ ഈച്ച് അതർ എന്നത് പറഞ്ഞത് പരസ്പരം സഹായിക്കുക അല്ലെങ്കിൽ പരസ്പരം ശ്രദ്ധിക്കുക എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. ഐ ഗോട്ട് ഡെലിവർ ദീസ്, ഓൾവേസ് ബി ട്രെയിനിങ് യു നോ. എനിക്ക് ഇവകൾ ഡെലിവർ ചെയ്യേണ്ടതുണ്ട്, എപ്പോഴും പരിശീലനം നടത്തും, നിങ്ങൾക്കറിയാമല്ലോ. വി ഷുഡ് ആസ്ക് ഹർ അബൌട്ട് ദീസ്. നാം അവളോട് ഇതിനെക്കുറിച്ച് ചോദിക്കണം. ഇവിടെ ഷുഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഷുഡ് എന്ന വാക്ക് മസ്റ്റ് എന്ന വാക്കിനേക്കാൾ അല്പം ശക്തി കുറഞ്ഞതാണ്. അതിനർത്ഥം ഒരു നിർദ്ദേശം നൽകുന്നുണ്ടെങ്കിലും അതനുസരിക്കൽ നിർബന്ധമില്ല ഈ ഷുഡ് ഉപയോഗിക്കുമ്പോൾ. പക്ഷേ മസ്റ്റ് ആണെങ്കിൽ അത് അനുസരിക്കൽ നിർബന്ധമാണ് എന്ന് വരും. വി ഷുഡ് ആസ്ക് ഹർ അബൌട്ട് ദ ന്യൂ മൂവി. നാം അവളുടെ പുതിയ സിനിമയെക്കുറിച്ച് ചോദിക്കണം. ഇവിടെ ചോദിക്കണം നിർബന്ധമൊന്നുമില്ല, ചോദിക്കണമെങ്കിൽ ചോദിക്കാം, അത്രയേ ഉള്ളൂ. ദാറ്റ്സ് ഹൗ ലൗഡ് സ്കാരി ഹ്യൂമൻ സെഡ് ഹി ഗോട്ട് ഹിസ് വസ്പ. അങ്ങനെയാണ് ആ ഉച്ചത്തിൽ പറയുന്ന ആ ഭീകരനായ ആ മനുഷ്യന് തൻ്റെ വസ്പ പെട്ടെന്ന് തൻ്റെ വസ്പ കിട്ടി എന്ന് പറഞ്ഞത് അങ്ങനെയാണ്. വെൻ യു റൈസ് ഇൻ കപ്പ്, നീ കപ്പ് റൈസിൽ പങ്കെടുക്കുമ്പോൾ വാട്ട് യു ഗെറ്റ്, നിനക്കെന്ത് കിട്ടും, നിനക്കെന്താണ് ലഭിക്കുക. അതായത് ഇവിടെ കപ്പ് എന്ന് പറഞ്ഞതുകൊണ്ടുള്ള ഉദ്ദേശം ട്രോഫി അല്ല, അതൊരു മത്സരത്തിൻ്റെതാണ്. അതായത് നമ്മൾ ഫിഫ വേൾഡ് കപ്പ് എന്ന് പറയും, FA കപ്പ് എന്ന് പറയും, സ്റ്റാൻലി കപ്പ് എന്ന് പറയില്ലേ, അതുപോലത്തെ ഒരു കപ്പാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. വാട്ട്